ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഫിലോസഫിയും അതിൻ്റെ ഡിഫറെൻറ്റ് സ്കൂൾസുമാണ്. ഓർത്തഡോക്സ് ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് പുരുഷാർത്ഥ. പുരുഷാർത്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 പ്രധാനപ്പെട്ട ഗോൾസാണ്. ഇതിൽ 3 ഗോൾസ് ആയിട്ടുള്ള അർത്ഥ, കാമ, ധർമ്മ, ഇത് 3 ഫുൾഫിൽ ചെയ്താൽ നമ്മൾ അൾട്ടിമേറ്റ്ലി എന്ത് ഫുൾഫിൽ ചെയ്യും? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബറേഷൻ. അർത്ഥ എന്നത് വെൽത്ത്, കാമ എന്നത് പ്ലഷർ, ധർമ്മ എന്നത് എത്തിക്സ്. നമ്മളുടെ ഈ ഒരു ജീവിതത്തിലുള്ള കർമ്മങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ നെക്സ്റ്റ് ലൈഫിൽ നമ്മൾ റീബർത്ത്, അതായത് പുനർജനിക്കുക. അപ്പോൾ ഈ ഒരു ബർത്ത് ഡെത്ത് സൈക്കിളിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുക എന്നതാണ് അൾട്ടിമേറ്റായിട്ട് ലൈഫിൻ്റെ ഗോള്. ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫിയെ പൊതുവെ 2ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ഓർത്തഡോക്സ് സ്കൂൾ, അതിനെ ആസ്തിക എന്നും ഹെറ്ററോഡോക്സ് സ്കൂളിനെ നാസ്തിക എന്നും വിളിക്കുന്നു. വേദാസാണ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് നോളജ് എന്ന് കരുതിയിരുന്ന സ്കൂൾസാണ് ഓർത്തഡോക്സ് സ്കൂൾസ്. ഓർത്തഡോക്സ് ഫിലോസഫിയെ നമുക്ക് 6 ബ്രാഞ്ചസ് ആയിട്ട് തിരിക്കാൻ പറ്റും, 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ആയിട്ട്. അതാണ് സംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, മീമാംസ ആൻഡ് വേദാന്ത. ഓർത്തഡോക്സ് സ്കൂൾസിൽ ഏറ്റവും പഴയ സ്കൂളാണ് സംഖ്യ സ്കൂൾ. സംഖ്യ എന്ന പദത്തിൻ്റെ ലിറ്ററൽ അർത്ഥം എണ്ണം അല്ലെങ്കിൽ കൗണ്ട് എന്നാണ്. ഡിവൈൻ ഏജൻസി, അതായത് ദൈവത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, റോള് ഈ വേൾഡിൻ്റെ ക്രിയേഷനിൽ ആവശ്യമില്ല എന്നായിരുന്നു ഇവർ ആദ്യകാലത്തിൽ വിശ്വസിച്ചിരുന്നത്. ഇത് കുറച്ചുകൂടി ഒരു റാഷണൽ ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നാച്ചറിനെയാണ് വേൾഡിൻ്റെ ക്രിയേഷൻ ഇവർ റെസ്പോൺസിബിളായിട്ട് കണ്ടിരുന്നത്. നാച്ചറിന് ഉപയോഗിക്കുന്ന വാക്കാണ് പ്രകൃതി. 4th സെഞ്ച്വറി മുതൽ ഇതിലൊരു വലിയൊരു മാറ്റം വരുന്നുണ്ട്. അതുവരെ പ്രകൃതി മാത്രമായിരുന്നു ആവശ്യമെങ്കിലും ഈ ഒരു സമയം തൊട്ട് സംഖ്യ ഫിലോസഫി നമ്മൾ നോക്കുമ്പോൾ അതിൽ സ്പിരിറ്റ് അഥവാ പുരുഷയും വേൾഡിൻ്റെ ക്രിയേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. മോക്ഷം അഥവാ സാൽവേഷനിലേക്കുള്ള വഴി എന്നത് റിയൽ നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ റിയൽ നോളജ് അക്വയർ ചെയ്യാൻ 3 വഴികളാണുള്ളത്. ഒന്ന് പെർസെപ്ഷൻ എന്നാൽ പ്രത്യക്ഷ, മറ്റൊന്ന് ഇൻഫറൻസ് അനുമാന, അടുത്തത് ഹിയറിംഗ് ശബ്ദം. നമ്മൾ പറഞ്ഞു ആദ്യ പീരീഡിൽ ഇവർ പ്രകൃതിയെ മാത്രമായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ലേറ്റർ ഫേസ് ആയപ്പോഴേക്ക് വേൾഡിൻ്റെ ഫോർമേഷനിൽ പ്രകൃതിയെയും പുരുഷയെയും ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇവിടെ താഴത്ത് ഞാൻ ആ ഒരു ബോയിൻ്റെ സൈഡിൽ എഴുതിയത് തെറ്റിപ്പോയതാണ്. അവിടെ പുരുഷ എന്നാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പ്രകൃതിയുടെയും പുരുഷയുടെയും ഫീച്ചേഴ്സ് നോക്കുമ്പം പ്രകൃതി ഫീമെയിൽ അട്രിബ്യൂട്ട്സും പുരുഷയ്ക്ക് മെയിൽ അട്രിബ്യൂട്ട്സുമാണ് കാണാൻ സാധിക്കുക. സംഖ്യ ഫിലോസഫിയിൽ 2 വ്യൂസാണുള്ളത്. ഒന്ന് ഒറിജിനൽ സംഖ്യ വ്യൂ, ഇത് 1st സെഞ്ച്വറി AD അറൗണ്ടിലാണ് ഉയർന്നു വരുന്നത്. ഇതിൽ ഡിവൈൻ ബീയിങ്, അതായത് ദൈവത്തിൻ്റെ ആവശ്യം വേൾഡിൻ്റെ ഫോർമേഷനിൽ വേണ്ട എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു അപ്രോച്ച് കുറച്ചുകൂടി റാഷണൽ ആൻഡ് സയൻറ്റിഫിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഏർലി ഫേസിലുള്ളത് വേണമെങ്കിൽ നമുക്കൊരു മെറ്റീരിയലിസ്റ്റിക് സ്കൂൾ ഓഫ് ഫിലോസഫി ആയിട്ടും കൗണ്ട് ചെയ്യാം. 4ാം നൂറ്റാണ്ടിൽ ഉയർന്നു വരുന്നതാണ് 2ാമത്തെ വ്യൂ. ഇതിൽ നാച്ചർ പ്രകൃതി, അതിൻ്റെ കൂടെ തന്നെ പുരുഷ ഒരു സ്പിരിറ്റ് കൂടി വേൾഡിൻ്റെ ഫോർമേഷനിൽ റെസ്പോൺസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്കൊരു മെറ്റീരിയലിസ്റ്റിക് വ്യൂവിൽ നിന്നൊരു സ്പിരിച്വൽ ഫിലോസഫിയിലേക്ക് പോകുന്നതായിട്ട് കാണാം. പക്ഷേ മോക്ഷം ലഭിക്കുന്ന കാര്യത്തിൽ ഇവർ 2 പേരും സെയിം ഒപ്പീനിയൻ ആയിരുന്നു. ട്രൂ നോളജ് അക്വയർ ചെയ്താൽ മോക്ഷം ലഭിക്കുമെന്നായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നത്. ശരീരവും ആത്മാവും, അതായത് മാറ്ററും സോളും സെപ്പറേറ്റ് ആയിരുന്നു എന്നായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നത്. ഈ ഒരു ബിലീഫിനെയാണ് ഡുവലിസം എന്ന് വിളിക്കുന്നത്. ഓർത്തഡോക്സ് സ്കൂളിലുള്ള മറ്റൊരു ബ്രാഞ്ചാണ് യോഗ സ്കൂൾ. യോഗ എന്ന പദത്തിൻ്റെ ലിറ്ററൽ മീനിങ് ആണ് യൂണിയൻ. ഇതിൻ്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നത് യോഗസൂത്ര എന്ന കൃതി എഴുതിയിട്ടുള്ള പതഞ്ജലിയെയാണ്. മെഡിറ്റേഷനും ഫിസിക്കൽ ആപ്ലിക്കേഷനുമാണ് സാൽവേഷൻ അഥവാ മോക്ഷത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് യോഗ സ്കൂൾ വിശ്വസിച്ചിരുന്നത്. ഈ വഴികളിലൂടെ വേൾഡ്ലി മാറ്ററിന് നമ്മളുടെ മൈൻഡിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാനും കോൺസെൻട്രേഷൻ ലഭിക്കാനും സഹായിക്കും. യോഗയിലൂടെ നാച്ചറിൽ നിന്ന് സ്പിരിറ്റിനെ റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. നാച്ചർ എന്നത് പ്രകൃതിയും സ്പിരിറ്റ് എന്നത് പുരുഷയും. വേറെ വേർഡിൽ പറയുകയാണെങ്കിൽ പ്രകൃതിയിൽ നിന്ന് പുരുഷയെ റിലീസ് ചെയ്യാൻ പറ്റും. യോഗയിലുള്ള ഡിഫറെൻറ്റ് പൊസിഷൻസിനെ ആസനാസ് എന്നും ഇതിലുള്ള ബ്രീത്തിങ് എക്സസൈസിനെ പ്രാണയാമ എന്നും വിളിക്കുന്നു. യോഗ സ്കൂളിൽ മുക്തി നേടാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അവയാണ് താഴെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്.
ന്യായ സ്കൂൾ ഓഫ് ഫിലോസഫി ഒരു സ്കൂൾ ഓഫ് അനാലിസിസ് ആയിരുന്നു. ഇത് ലോജിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഈ ഒരു സ്കൂളും അക്വിസിഷൻ ഓഫ് നോളജാണ് സാൽവേഷനിലേക്കുള്ള വഴിയായിട്ട് കണക്കാക്കിയിരുന്നത്. ന്യായ സ്കൂളിൽ പ്രധാനപ്പെട്ട 3 എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഇൻഫറൻസ്, അടുത്തത് ഹിയറിങ്, ലാസ്റ്റുള്ളത് അനലോജി. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ സാധിക്കും. ഒന്നാമത്തത് ഇൻഫറൻസ് ആണ്. നമ്മൾ ഈ മൗണ്ടൈൻ്റെ മുകളിൽ പുക കാണുന്നതുകൊണ്ട് നമ്മൾ പറയുന്നു ദർ ഈസ് ഫയർ ഓൺ ദ മൗണ്ടൈൻ. സ്മോക്ക് എന്ന് പറയുന്നത് ഹേതു, ഹില്ലിന് പറയുന്നത് പക്ഷ. അപ്പോൾ അവിടെ സ്മോക്ക് കാണുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ദർ ഈസ് ഫയർ ഇൻ ദ മൗണ്ടൈൻ. നമ്മൾ ഫയർ ആ പിക്ചറിൽ കാണുന്നില്ല. രണ്ടാമത്തെ നമ്മളുടെ ലോജിക്കാണ്, അവിടെ സ്മോക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ എന്തുണ്ടാവണം? ഫയർ ഉണ്ടാവണം. വേർ ദർ ഈസ് സ്മോക്ക് ദർ ഈസ് ഫയർ. അങ്ങനെ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ദെർഫോർ ദ മൗണ്ടൈൻ ഈസ് ഫയറി. അവിടെ മൗണ്ടൈൻ്റെ മുകളിൽ തീയുണ്ട്. ഈ ഒരു ഫയറും മൗണ്ടൈനും വെച്ചിട്ടുള്ള ഈ ഒരു എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം, ന്യായ ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ലൈഫ്, ഡെത്ത്, സാൽവേഷൻ തുടങ്ങിയ മിസ്റ്ററീസൊക്കെ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്ങിലൂടെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നത്. ന്യായസൂത്രാസിൻ്റെ ഓഥറായിട്ടുള്ള അക്ഷപാദ ഗൗതമയാണ് ഈ ഒരു സ്കൂളിൻ്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നത്. മറ്റൊരു ഓർത്തഡോക്സ് സ്കൂളാണ് വൈശേഷിക സ്കൂൾ. ഇതിൻ്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നത് കന്നാദയാണ്. മെറ്റീരിയൽ അഥവാ ദ്രവ്യ ആയിട്ടുള്ള എലമെൻസിനെയാണ് ഇവർ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇവരുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ സാധനങ്ങളും ഉണ്ടാവുന്നത് 5 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. 5 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എതർ, അതായത് ആകാശം, എയർ, വായു, ഫയർ, അഗ്നി, വാട്ടർ, ജല, പൃഥ്വി, എർത്ത്. എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ഒബ്ജക്റ്റും ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു അറ്റോമിക് തിയറിയുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റോമിക് തിയറി മുന്നോട്ട് വെച്ചിരുന്ന സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ വൈശേഷിക സ്കൂളാണ്. റിയാലിറ്റിക്കും ഇവർ കുറേ കാറ്റഗറീസ് കൊടുക്കുന്നുണ്ട്. ആക്ഷൻ, അട്രിബ്യൂട്ട്, ജനസ്, ഇൻഹറൻറ്റ്, അങ്ങനെ തുടങ്ങി കുറേ കാറ്റഗറീസിലേക്ക് ഇവർ ഓരോ റിയാലിറ്റിനെയും തിരിക്കുന്നുണ്ട്. ഇവരുടെ ചില ഒപ്പീനിയൻസൊക്കെ നമുക്ക് ഫിസിക്സുമായിട്ട് അറ്റോമിക്കുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടൊക്കെ പലരും വൈശേഷിക സ്കൂളിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ലേറ്റർ പീരീഡിലേക്ക് ആകുമ്പോഴേക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ബിലീഫ്സൊക്കെ വന്ന് ഈ ഒരു അറ്റോമിക് തിയറി എന്നുള്ള കോൺസെപ്റ്റൊക്കെ ഡൈല്യൂട്ടഡ് ആവുന്നുണ്ട്. ലേറ്റർ പീരീഡിൽ ക്രിയേഷന് കാരണമായിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് കണക്കാക്കുന്നത് ഇവർ ദൈവത്തെയാണ്. അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചിൽ നിന്ന് കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ പുറമെ യൂണിവേഴ്സിനെ ഗൈഡ് ചെയ്യുന്നത് കർമ്മ കൂടിയാണെന്നും ഇവർ പറയുന്നുണ്ട്. സാൽവേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്നാണ് ഇവരുടെ ഒരു വ്യൂ. മറ്റൊരു ഓർത്തഡോക്സ് സ്കൂളാണ് മീമാംസ സ്കൂൾ ഓഫ് ഫിലോസഫി. മീമാംസ എന്ന പദത്തിൻ്റെ ലിറ്ററൽ മീനിങ് ആണ് ആർട്ട് ഓഫ് റീസണിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഈ ഒരു സ്കൂളിൽ മെയിൻലി റീസണിങ്ങിനെ യൂസ് ചെയ്തിരുന്നത് വേദത്തിൽ പറയുന്ന കാര്യങ്ങളെയും വേദിക് റിച്വൽസിനെയും ജസ്റ്റിഫൈ ചെയ്യാനാണ്. വേദങ്ങളെയാണ് ഇവർ സുപ്രീം സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ കാസ്റ്റിസം, വർണ്ണ ഹൈറാർക്കി, ബ്രാഹ്മൺ പ്രീസ്റ്റുകൾ, ഇതൊക്കെ ഈ ഒരു ഫിലോസഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ നെക്സ്റ്റ് റീബർത്ത് ഉണ്ടാവുക. അപ്പം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ എമൗണ്ട് എക്സ്പയർ ആകുമ്പോൾ നമ്മളുടെ ആ ഒരു ലൈഫ് തീരുകയും പിന്നെ അടുത്ത ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ബർത്ത് ഡെത്ത് സൈക്കിളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ മോക്ഷം ലഭിച്ചാൽ ഈ ഒരു സൈക്കിളിൽ നിന്ന് നമുക്ക് ഫ്രീ ആവാൻ സാധിക്കും. ഈ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് സൂത്രാസ് ഓഫ് ജാമിനി. ജൈമിനി എന്ന് പറയുന്ന പ്രീസ്റ്റിനെയാണ് ഇവരുടെ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നത്. മീമാംസ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് 2 പ്രധാന തിങ്കേഴ്സാണ് സബർ സ്വാമി, മറ്റത് കുമാരിക ഭട്ട. ഓർത്തഡോക്സ് ഫിലോസഫിയിൽ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് വേദാന്ത സ്കൂൾ ഓഫ് ഫിലോസഫി. വേദാന്ത എന്ന പദത്തിൻ്റെ അർത്ഥം എൻഡ് ഓഫ് ദ വേദ എന്നാണ്. വേദ അന്തം, വേദ അന്ത്, അത് എൻഡ് ഓഫ് ദ വേദ. ഏർലി ഉപനിഷത്തുകളിലാണ് ഈ ഒരു സ്കൂളിൻ്റെ ഏർലിയസ്റ്റ് മെൻഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഫിലോസഫി അനുസരിച്ച് ബ്രഹ്മ എന്ന് പറയുന്നതാണ് റിയാലിറ്റി, ബാക്കിയെല്ലാം അൺറിയലാണ്. അൺറിയൽ എന്നാൽ മായ.
ബ്രഹ്മ എന്ന സ്പിരിറ്റിനൊപ്പം ആത്മ എന്നാൽ ആത്മാവ്, സോള്, ഇത് രണ്ടും ഭയങ്കര ക്ലോസ്ഡ്ലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമുക്ക് എന്താക്കാൻ പറ്റില്ല, തകർക്കാൻ സാധിക്കില്ല. കൂടാതെ ഇത് എറ്റേണൽ കൂടിയാണ്. വേദാന്ത സ്കൂളും കർമ്മത്തിലും പുനർജന്മത്തിലും വിശ്വസിച്ചിരുന്നു. വേദാന്ത സ്കൂളിൽ പ്രൈമറി സോഴ്സ് ഓഫ് നോളജായിട്ട് കണക്കാക്കിയിരുന്നത് ഉപനിഷത്തും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രാസുമായിരുന്നു. ഇത് മൂന്നും ഒരുമിച്ചറിയപ്പെട്ടിരുന്നത് പ്രസ്ഥനാത്രയി എന്നായിരുന്നു. ഈ 3 കൃതികളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ബ്രഹ്മസൂത്രാസിനായിരുന്നു. ബ്രഹ്മസൂത്ര എന്ന കൃതി എഴുതുന്നത് ബാദരായണ എന്ന് പറയുന്ന ഫിലോസഫറാണ്. ഇതിനുശേഷം 2 പ്രധാനപ്പെട്ട കമൻട്രീസ് വരുന്നുണ്ട്. അത് എഴുതിയിട്ടുള്ളത് ശങ്കരയും രാമാനുജനുമാണ്. റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തതിൽ റൗണ്ട് വരച്ചതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശങ്കരാചാര്യയുടെ ഒപ്പീനിയന് ബ്രഹ്മക്ക് ആട്രിബ്യൂട്ട്സിൻ്റെ ആവശ്യമില്ല എന്നാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ് രാമാനുജയുടേത്. അദ്ദേഹം പറയുന്നത് ബ്രഹ്മക്ക് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒപ്പീനിയന് ശങ്കരയുടെ അഭിപ്രായത്തിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സാൽവേഷൻ ലഭിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ജീവമുക്തി. ശങ്കരയുടെയും രാമാനുജയുടെയും ഫിലോസഫിയിലുള്ള വ്യത്യാസങ്ങളാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അദ്വൈത, നോൺ ഡുവലിസം, അതായത് മോണിസം, ഇത് മൂന്നും ഒരു കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്വൈത, മോണിസം, നോൺ ഡുവലിസം, ഈ 3 വേർഡ്സും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രാമാനുജയുടെ ഫിലോസഫി. വിശിഷ്ട അദ്വൈത, ക്വാളിഫൈഡ് മോണിസം, ക്വാളിഫൈഡ് നോൺ ഡുവലിസം. ശങ്കരയുടെ അഭിപ്രായത്തിൽ നോളജ് അല്ലെങ്കിൽ ജ്ഞാനമാണ് സാൽവേഷൻ്റെ ചീഫ് മെയിൻ. എന്നാൽ രാമാനുജയുടെ ഒപ്പീനിയനിൽ ഡിവോഷൻ, അതായത് ഭക്തി പോലെയുള്ളൊരു മാർഗമാണ് സാൽവേഷനിലേക്കുള്ള വഴി. വേദാന്ത ഫിലോസഫിയിൽ കുറേ സബ് സ്കൂൾസ് വരുന്നുണ്ട്. ഒന്നാമത്തേതാണ് ശിവ അദ്വൈത. അദ്വൈത എന്ന് പറഞ്ഞാൽ നോൺ ഡുവലിസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ശൈവൈറ്റ് ക്വാളിഫൈഡ് നോൺ ഡുവലിസ് ആണ് ശിവ അദ്വൈത. ഇതിൻ്റെ ചീഫ് എക്സ്പൊണൻ്റ് ശ്രീകണ്ഠ ശിവാചാര്യ എന്ന് പറയുന്ന ഫിലോസഫറായിരുന്നു. ഇത് 12-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ശിവയും ബ്രഹ്മയും ഒരു സാധനമാണെന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ആണെന്നാണ് പറയുന്നത്. 1238 സ്റ്റാർട്ട് ചെയ്യുന്ന മാധവാചാര്യയുടെ കീഴിലുള്ള മറ്റൊരു സബ് സ്കൂളാണ് ദ്വൈത എന്നാൽ ഡുവലിസം. ഈ ഒരു സ്കൂളിൽ പറയുന്നത് ആത്മാനും ബ്രഹ്മയും തമ്മിൽ കംപ്ലീറ്റ്ലായിട്ട് ഡിഫറൻസ് ഉണ്ട് എന്നാണ്. 13-ാം നൂറ്റാണ്ടിൽ മുന്നോട്ട് വന്നിട്ടുള്ള നിംബർഗയുടെ മറ്റൊരു സബ് സ്കൂളാണ് അദ്വൈത. ഇതിൻ്റെ ഇംഗ്ലീഷാണ് ഡിഫറൻഷ്യൽ മോർണിസം ഓർ ഡുവലിസ്റ്റിക് നോൺ ഡുവലിസം. ഇവരുടെ വിശ്വാസത്തിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഡിഫറൻസ് ഇല്ല. അങ്ങനെ ഒരു ഒപ്പീനിയനാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. വല്ലഭാചാര്യയുടെ കീഴിലുള്ള മറ്റൊരു സബ് സ്കൂളാണ് ശുദ്ധ അദ്വൈത, പ്യുവർ നോൺ ഡുവലിസം. ഇവർ ടിപ്പിക്കലായിട്ടുള്ള നോൺ ഡുവലിസ്റ്റ് ഐഡിയോളജി ആയിട്ടുള്ള ദൈവവും സോളും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഒന്നാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇവരുടെ ബിലീഫിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് രാജസ്ഥാനിലുള്ള നാത്വാരയിലുള്ള ടെമ്പിളും അതുപോലെ 8 പോയറ്റ്സും അവരുടെ കമ്പോസിഷൻസും. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കീഴിലുള്ള സബ് സ്കൂളാണ് അചിന്ത്യഭേദ അഭേദ, അൺകൺസീവബിൾ വൺനെസ് ആൻഡ് ഡിഫറൻസ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര്. ഇത് പ്രധാനമായും ഫോളോ ചെയ്തിരുന്നത് ഗൗഡിയ വൈഷ്ണവാസായിരുന്നു. ഈ ഒരു സ്കൂളിനെ സ്ട്രിക്റ്റ് ഡുവലിസ്റ്റിൻ്റെതും ക്വാളിഫൈഡ് മോണിസത്തിൻ്റെയും ഒരു മിക്സായിട്ടാണ് കാണുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആൻഷ്യൻ ഇന്ത്യയിലുണ്ടായിരുന്ന ഓർത്തഡോക്സ് ഫിലോസഫി സ്കൂൾസ് ആയിരുന്നു. അവർ വേദങ്ങളുടെ അതോറിറ്റി ആക്സെപ്റ്റ് ചെയ്ത ആളുകളായിരുന്നു. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേദങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഹെറ്ററോഡോക്സ് സ്കൂൾസിൽ ഉണ്ടായിരുന്നത്. ഹെറ്ററോഡോക്സ് സ്കൂൾസ് മെയിനായിട്ട് 5 എണ്ണമാണുള്ളത്. 1 ബുദ്ധിസം, ജൈനിസം, അജീവികാസ്, അജ്ഞാന, ചാർവകാസിനെ തന്നെയാണ് ലോകായതാസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ബുദ്ധിസം, ജൈനിസം, അജീവികാസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. കാരണം അജീവികാസും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബുദ്ധിസവും ജൈനിസവും ഓൾമോസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തതുകൊണ്ട് ഇതിൽ അജ്ഞാനയും ചാർവക, ലോകായത മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റാഡിക്കൽ സെപ്റ്റിസിസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു അജ്ഞാന ഫിലോസഫീൻ്റെ ഫോളോവേഴ്സ്.
അജീവികാസിനെ പോലെ ഇവരായിട്ട് എഴുതി വെച്ച സാധനങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇൻസ്റ്റഡ് നമ്മൾ ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ ഇവരെക്കുറിച്ചുള്ള ചരിത്രം റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇവരെക്കുറിച്ച് പ്രധാനമായിട്ട് ഇൻഫർമേഷൻ തരുന്നൊരു ഓഥറാണ് സിലങ്ക. അജ്ഞാന സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു മേജർ പ്രൊപ്പണൻ്റായിരുന്നു സഞ്ജയ ബലത്തിപുത്ര. ഇവരുടെ ഒപ്പീനിയനിൽ നാച്ചറിനെ കുറിച്ചുള്ള നോളജ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അഥവാ ഒരു നോളജ് നമുക്ക് ലഭിച്ചാലും അത് യൂസ്ലെസ് ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്തത്. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെ ഒക്കെ ഒരു പ്രധാന റൈവൽ കൂടിയായിരുന്നു അജ്ഞാന ഫിലോസഫി സ്കൂൾ. ഇത് നമുക്ക് ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ടെക്സ്റ്റുകളിലൊക്കെ നല്ലോണം കാണാൻ സാധിക്കും. കാരണം ഇവർ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഡിസഗ്രിമെൻറ്റ്സിനെ കുറിച്ചൊക്കെ അവർ കാര്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വാദിച്ച് ജയിക്കുന്നതിൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു അജ്ഞാന സ്കൂൾ ഓഫ് തോട്ടിൽ ഉണ്ടായിരുന്ന ഫിലോസഫേഴ്സ്. ഇവരുടെ ഒരു വിശ്വാസമായിരുന്നു ഇഗ്നോറൻസ് ഈസ് ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇഗ്നോറൻസ് ആയിട്ട് കണക്കാക്കിയിരുന്നു. ഹെറ്ററോഡോക്സ് സ്കൂൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്കൂളാണ് ചാർവക സ്കൂൾ ഓർ ലോകായത ഫിലോസഫി. ബൃഹസ്പതിയെയാണ് ട്രഡീഷണലി ഇതിൻ്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നത്. ചാർവക സ്കൂള് വളരെ പഴയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള മെൻഷന് വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ കാണാം. മോക്ഷം ലഭിക്കാൻ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ആണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ലോകായത എന്ന പേരിൻ്റെ അർത്ഥത്തിൽ 2 ഒപ്പീനിയൻസ് ഉണ്ട്. കോമൺ പീപ്പിളിനും കുറച്ചുകൂടി ആക്സെപ്റ്റബിൾ ആയതുകൊണ്ട് ഇതിലുള്ള ലോകായതയിലുള്ള ലോക് എന്നത് ആളുകളെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. മറ്റൊരു ഒപ്പീനിയന് ലോകായത എന്ന പദത്തിൽ ലോകം, അതായത് മെറ്റീരിയലിസ്റ്റ് വേൾഡിനെ ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഗോഡ് പോലത്തെ ഡിവൈൻ ഏജൻസിനെ ഇവർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രീസ്റ്റുകളുടെ ഡൊമിനൻസിനെ ഇവർ ക്രിട്ടിസൈസ് ചെയ്യുകയും റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബ്രാഹ്മിൺസ് റിച്വൽസ് നടത്തിയിട്ട് ദക്ഷിണാസ് വാങ്ങി പണക്കാരാവാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം. ഹ്യൂമൻ സെൻസിനും എക്സ്പീരിയൻസിനുമാണ് ഇവർ പ്രാധാന്യം കൽപ്പിച്ചത്. മനുഷ്യനാണ് എർത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും സെൻറ്റർ എന്നായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഈ ഒരു മരണത്തിന് മുൻപ് ഇവിടെ എൻജോയ് ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ഫിലോസഫി. ഇവരുടെ ഐഡിയോളജി പ്രകാരം യൂണിവേഴ്സിൽ 4 എലമെൻറ്റ്സ് മാത്രമാണ് ഉള്ളത്. ഒന്ന് ഫയർ, എർത്ത്, വാട്ടർ, ലാസ്റ്റ് വൺ എയർ. താങ്ക് യു ഫോർ വാച്ചിങ്.